ഗൈസ് നോക്കൂ, അതായത് ഒരു അപകടം ഉണ്ടാകുമ്പം ഡ്രൈവർമാരെ കുറ്റം പറയാൻ ഒട്ടനവധി ആളുകളാണ്. അത് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടാണ്. പക്ഷേ ഇവരാരും മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്, ഇവരാരും കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്, കണ്ടില്ല എന്ന് നടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, എല്ലാവരും ടൂർ പോകാനും മറ്റാവശ്യങ്ങൾക്കും വാഹനം വിളിക്കും. പക്ഷേ ഒരു സ്ഥലത്ത് രാത്രിയിൽ എല്ലാവരും നല്ല രീതിയിൽ സ്റ്റേ ചെയ്യുമ്പം ഡ്രൈവർമാർ ഉറങ്ങുന്നത് കൊതുകടി കൊണ്ട് വണ്ടിക്കുള്ളിൽ. ഞാൻ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും എല്ലാവരും കണ്ടില്ലെന്ന്. കാരണം എന്നാ, അവനൊരു റൂം എടുത്തു കൊടുത്താൽ കാശ് നഷ്ടപ്പെടും. ഒന്നാമതേ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ടൂറിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു സമയമാണിപ്പം. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഓട്ടം വിളിക്കും, പക്ഷേ എല്ലാവർക്കും തറ വില വണ്ടി കിട്ടണം. ഈ തറ വില വണ്ടി കിട്ടി ആ വണ്ടി കൊണ്ട് പോയി ഇനി അവനെങ്ങാനും ഒരു റൂം എടുത്തു കൊടുത്താൽ കാശ് കൂടിയാലോ? ആരാണ് വണ്ടി ഓടിക്കുന്ന? ഡ്രൈവർ. ആ ഡ്രൈവർ നല്ല രീതിയിൽ ഉറങ്ങി എണീറ്റ് അവന് വണ്ടി ഓടിക്കാൻ പറ്റിയാലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ അവൻ ഉറക്കുളച്ചിരുന്ന് കൊതുകടിയും കൊണ്ട് ഇങ്ങനെ അടിച്ച് കഷ്ടപ്പെട്ട് അവൻ നേരം വെളുത്ത് ആ വാഹനത്തിൽ കുളിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് പല സ്ഥലത്തും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നവരാ. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്ത് എത്തിക്കുമ്പോഴും അവന് കിട്ടുന്നത് ആട്ടും തുപ്പും തെറിയാണ് ഈ ഡ്രൈവറിന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു കാര്യം, ഡ്രൈവർമാരെ കുറ്റം പറയാൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ അല്ലെ അവരെ മോശമായി കാണിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും എല്ലാ സ്ഥലത്തോട്ടും ടൂർ വിളിച്ചുകൊണ്ട് പോകും. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ എല്ലാവർക്കും വെപ്രാളമാണ്. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലെത്തണം, ചവിട്ട് വീട് അല്ലെങ്കിൽ ചവിട്ടി പായിക്ക്, ആർക്കും പിന്നെ എല്ലാവർക്കും ധൃതിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്ക് വേണ്ടതായ ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ വാഹനം ഓടിച്ച് പല ഡ്രൈവർമാരും പല രാജ്യത്തും പല ഡ്രൈവർമാർക്ക് കിട്ടുന്ന ഫെസിലിറ്റി കണ്ട് നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്ക് കിട്ടുന്നത് ആട്ടും തുപ്പും തെറിയും മാത്രമാണ്. വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം. ഒരു ഡ്രൈവർ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാഹനം നിർത്തി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും. ഓരോരുത്തർ തോർത്തെടുത്തില്ല, അല്ലെങ്കിൽ ഗുളിക എടുത്തില്ല, അതെടുത്തില്ല, ഇതെടുത്തില്ല എന്ന് പറഞ്ഞ് മുട്ടി വിളിക്കുന്നത്. അപ്പോഴും ഉറങ്ങാൻ പറ്റില്ല. ഇനി ഓരോ സ്ഥലത്ത് ചൂട് കൊണ്ട് കഷ്ടപ്പെട്ടായിരിക്കും ഇതിനകത്ത് കിടക്കുന്നത്. ആ സമയത്തും മിക്ക വണ്ടികൾ ഇതേപോലെ ചെറിയ പ്രോഫിറ്റിനായിരിക്കും ഓട്ടോ എടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് AC ഇട്ട് കിടക്കാനോ ഒന്നും പറ്റില്ല, കാരണം കയ്യിൽ നിന്ന് കാശ് പോകും. അവൻ പരമാവധി അനുഭവിക്കുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട ഡ്രൈവർമാരെ, നിങ്ങൾ പ്രതികരിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുവാണ്. ആ കാര്യം എന്നാന്ന് വെച്ചാൽ, ലോകത്ത് ഉടായ്പ് ചെയ്യാൻ പറ്റാത്ത ഏക ജോലിയാണ് ഡ്രൈവിംഗ് ജോലി. എന്നാൽ പിന്നെ ഞാനൊന്ന് ബ്രേക്ക് ചവിട്ടുന്നില്ല വെച്ചാൽ തീർന്നു, അല്ല ഞാനൊന്ന് ആക്സിലേറ്റർ ചവിട്ടുന്നില്ല വെച്ചാൽ തീർന്നു. കാരണം നമ്മളൊരു വാഹനത്തിൻ്റെ സ്റ്റീറിങ്ങിൽ കയറി പിടിച്ച് സീറ്റിലിരുന്ന് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ചവിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഉടായ്പും പറ്റില്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതായത് സ്വന്തം ജോലിയിൽ ഒരു രീതിയിലുള്ള കപടപരമായിട്ടുള്ള പരിപാടിയും ചെയ്യാൻ പറ്റാത്ത ഏക ജോലിയാണ് ലോകത്തിലെ ഡ്രൈവിംഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.